നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ അടീനിയം വിത്തുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ അടീനിയം വിത്ത് ഇവിടെ മുളപ്പിക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 ദിവസമായി. 6 ദിവസമായതും പിന്നെ അതിൻ്റെ കുറച്ച് മുന്നേ ഒരു ആഴ്ചയിലേറെ പഴക്കമുള്ള വിത്തുകൾ, അതായത് നട്ടിട്ട് ഒരാഴ്ചയിലേറെ പഴക്കമുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഞാൻ ചെയ്തത് ഇതാണ്, നമ്മൾ അണുവിത്താക്കി വെച്ച മണ്ണുണ്ടായിരുന്നു, അതായത് വെയിലത്തിട്ട് ഉണക്കി വെച്ച മണ്ണ് അടച്ചു വെച്ചത്, അത് ചട്ടിയിൽ നിറച്ചു. അതിൽ മണലുണ്ട്, മണ്ണുണ്ട്, പിന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ വിത്ത് പാകിയിട്ട് ഈ പൊടിമണ്ണ് അതിൻ്റെ മേലെ വിതറി കൊടുത്തു. ഇത്രയാണ് ചെയ്തത്. അത് നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് കൂടുതൽ മുളച്ച് പൊന്തി വരുന്നതിനനുസരിച്ച് നമ്മൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറും. ഇപ്പോൾ മഴയത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെയൊക്കെ വേഗത്തിൽ നന്നായി മുളച്ചിട്ടുണ്ട്. കൂടുതൽ മഴ വന്നാൽ ചിലപ്പോൾ അഴുകിപ്പോവും. അപ്പോൾ മുളച്ച് കുറച്ചുകൂടി പൊന്തി കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് മാറ്റണം. എല്ലുപൊടി ഞാൻ ചേർത്തിട്ടില്ല, ചാണകപ്പൊടിയും ചേർത്തില്ല. എല്ലുപൊടി ചേർത്താൽ ചിലപ്പോൾ ഒരു ഫംഗസിനുള്ള സാധ്യത ചാണകപ്പൊടിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് മാത്രമാണ് ഇതിലിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ വിത്തുകൾ എല്ലാം മുളയ്ക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ വിത്തുകൾ ഇട്ടിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൽ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പൊന്തി വരും. ചില വിത്തുകൾ 15-20 ദിവസം കഴിഞ്ഞിട്ട് വരെ മുളയ്ക്കുന്ന വിത്തുകളുണ്ട്. അപ്പോൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക. പക്ഷേ മണൽ കലർന്ന മണ്ണിൽ ഇട്ടിട്ടില്ലെങ്കിൽ വെള്ളം കൂടുതൽ, വെറും ചകിരിച്ചോറിൽ മാത്രമൊക്കെ ഇട്ടാൽ വെള്ളം കൂടുതൽ തങ്ങി നിന്നാൽ അത് ചിലപ്പോൾ അഴുകിപ്പോകും. അപ്പോൾ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ഒരു മീഡിയത്തിൽ ഇടുവയ്ക്കണം. അല്ലെങ്കിൽ ഷെഡിൻ്റെ അടിയിലാണെങ്കിൽ, ചകിരിച്ചോറിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു നനയനുസരിച്ച് പിന്നെ നനയ്ക്കാണ്ടിരിക്കാം. അപ്പം മഴ തട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ നനയ്ക്കേണ്ട ഒരു അവസരമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മിതമായ തോതിലുള്ള നന കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചീഞ്ഞു പോകും. കാരണം ഞാൻ കുറേ ഇതേപോലെ നന കൂടിയ മീഡിയത്തിൽ ഇട്ടുള്ള വിത്തുകൾ പിന്നെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പൊങ്ങ് പോലത്തെ ഭാഗം എല്ലാം ചീഞ്ഞ് അഴുകി നിൽക്കുന്നൊരവസ്ഥയിൽ കണ്ടിട്ടുണ്ട് പലപ്പോഴും. വളരെ ശ്രദ്ധയോടുകൂടി അടീനിയം വിത്ത് മുളപ്പിക്കുക. കിട്ടുന്ന വിത്ത് എല്ലാം മുളപ്പിക്കാമെന്ന് പറയുന്നില്ല. കാരണം നമ്മളുടെ ഈ അടീനിയം ചെടികളിലെ പോളിനേഷൻ കൃത്യമായി നടന്ന വിത്തുകൾ മാത്രമേ മുളയ്ക്കുള്ളൂ. ചിലപ്പോൾ വിത്ത് നല്ല ബൾജായി നല്ല സൈസായിരിക്കും, പക്ഷെ അത് കൃത്യമായ പോളിനേഷൻ നടക്കാത്തതായതുകൊണ്ട് ചിലപ്പോൾ അതിന് മുളശേഷി ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ചൂടുള്ള വല്ല സ്ഥലത്തോ അല്ലെങ്കിൽ പ്രാണികളുടെ ശല്യം കൂടുതലുള്ള സ്ഥലത്തോ ഒക്കെയാണ് ഈ വിത്ത് സൂക്ഷിച്ചതെങ്കിൽ വേഗത്തിൽ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ദ്രവിച്ചു പോകാനും പ്രാണികളുടെ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിത്ത് നമ്മൾ പൊട്ടിച്ചെടുത്ത് നന്നായി ക്ലീൻ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ ഈ സാഫ് പൊടി ലേശം എതിറി, അല്ലെങ്കിൽ നമ്മളെ പെസ്റ്റിസൈഡ് പോലുള്ള ഇപ്പോൾ ഈ കൂറയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ പൊടിയുണ്ട്, അത് പൊടി ഒരു നുള്ളൊന്ന് പൊടി വിതറി കഴിഞ്ഞതിന് ശേഷം അത് ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ അടീനിയം വിത്തുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധാരാളം സിംഗിൾ പെറ്റലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, കുറച്ച് വിത്ത് തരുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയധികം സിംഗിൾ പെറ്റലിൻ്റെ സീഡ് നിങ്ങളെടുത്തുണ്ടല്ലോ, അപ്പോൾ അവർ ആഗ്രഹം എന്താ വെച്ചാൽ അവരുടെ അടുത്ത് ഏകദേശം 2 കളറാണുള്ളത്. കുറേ 10-40 ചെടിയുണ്ട്, മുഴുവൻ സിംഗിൾ പെറ്റൽ, റോസും റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഓർഡിനറി കളർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് കിട്ടുമ്പോൾ ചിലപ്പോൾ റയർ കളർ ഉണ്ടാവും. ഞങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് ഗ്രോ ബാഗിലിട്ടൊക്കെ മുളപ്പിക്കുന്ന സമയത്ത് മുളച്ച് വന്ന് അത് ഒരു 6-8 മാസമ്പോഴേക്കും ഇവിടെ ഫ്ലവർ ചെയ്യാറുണ്ട്. ആ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നല്ല റയർ കളർ റെഡോ മിക്സ് ആയിട്ടുള്ള ഏതെങ്കിലും കളറൊക്കെ കിട്ടും. അതാണ് നമ്മളുടെ ആകെ ഒരു പ്രതീക്ഷ. പക്ഷേ നമ്മൾ കൊടുക്കില്ല, എങ്ങനെ പ്രത്യേക കളറിൻ്റെ വിത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ വിത്ത് വേണമെങ്കിൽ തരാം കേട്ടോ. കുറച്ച് ആളുകൾക്ക്, ഒരു 10 ആളുകൾക്കൊക്കെ ഉള്ള വിത്ത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ തരാം. പക്ഷേ അത് അയക്കാനുള്ള ചാർജ് മാത്രം നിങ്ങൾ തന്നാൽ മതി. ഓക്കെ, താങ്ക് യു.